ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 4 പൂക്കൾ തേടി ഭാഗം 2. മാമ്പഴം എത്ര? ചിന്നുവിന്റെ കൂട്ടുകാർ കുറേ മാമ്പഴം കൊണ്ടുവന്നു. ചിന്നുവിന്റെ കൂട്ടുകാർ കൊണ്ടുവന്ന മാമ്പഴത്തിന്റെ ചിത്രം നോക്കൂ. മാമ്പഴത്തിന്റെ എണ്ണം അതത് കളങ്ങളിൽ എഴുതൂ. നോക്കൂ, കുട്ടയിലുള്ള മാമ്പഴം 100 എണ്ണമാണ്. 100ന്റെ കൂടെ ഒന്നുകൂടി ചേർന്നാൽ 101. രണ്ടാമത്തേതോ? ഒരു കുട്ട മാമ്പഴമുണ്ട്, 100 എണ്ണം. പിന്നെയോ? രണ്ടാമത്തെ കോളത്തിൽ 1, 2, 3, 4, 5 5 മാമ്പഴങ്ങൾ വേറെയുമുണ്ട്. 100നോട് 5 കൂട്ടിയാൽ 105. 105 എന്നെഴുതാം. മൂന്നാമത്തെ കോളം നോക്കൂ. 100 മാമ്പഴമുണ്ട്. പിന്നെയോ? 109 എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെത്ര മാമ്പഴമുണ്ടാവും? 9 എണ്ണം ഉണ്ടാവും. കൂട്ടുകാർ എണ്ണി നോക്കൂ. 9. 100നോട് 9 കൂട്ടിയാൽ 109. അടുത്തതോ? 100 മാമ്പഴമുണ്ട്. പിന്നെയോ? എണ്ണി നോക്കൂ, എത്ര മാമ്പഴങ്ങളുണ്ടത്? 1, 2, 3, 4, 5, 6, 7, 8. 8 മാമ്പഴങ്ങൾ കൂടിയുണ്ട്. 100നോട് 8 കൂട്ടിയാൽ 108. അടുത്തതോ? കുട്ടയിലെ 100 മാമ്പഴവും കൂടാതെ എത്ര മാമ്പഴമുണ്ട്? 4 മാമ്പഴവുമുണ്ട്. 100നോട് 4 കൂട്ടിയാൽ 104. 104 എന്നെഴുതാം. സംഖ്യാതോരണം. താഴെ തന്നിരിക്കുന്ന തോരണത്തിലെ ചില സംഖ്യകൾ വിട്ടുപോയിട്ടുണ്ട്. അവ എഴുതി പൂർത്തിയാക്കുക. നോക്കൂ, ആദ്യത്തേത് 100, 1. 100ഉം 1ഉം ചേർന്നാൽ 101. രണ്ടാമത്തേതോ? 100, 2. 100ഉം 2ഉം ചേർന്നാൽ 102. മൂന്നാമത്തേതോ? 100, 3. 100ഉം 3ഉം ചേർന്നാൽ 103. അടുത്തതേതായിരിക്കും? 100, 4. 100ഉം 4ഉം ചേർന്നാൽ 104. അടുത്തതോ? 100ഉം 5ഉം 105. 100, 6. 100ഉം 6ഉം ചേർന്നാൽ 106. 100, 7. 107. 100, 8. 108. 100, 9. 109. അടുത്തതോ? 100, 10. 110. എങ്ങനെ എഴുതാം? ഇങ്ങനെ. കൂട്ടുകാർക്കും പൂക്കളം. മിന്നുവിന്റെ പൂക്കളം കണ്ട കൂട്ടുകാരും പൂക്കളം ഒരുക്കാൻ പൂക്കൾ ശേഖരിച്ചു. ആരൊക്കെയാണ് മിന്നുവിന്റെ കൂട്ടുകാർ? കുരങ്ങൻ, മാൻ, തത്ത, ആന. അവർ ശേഖരിച്ച പൂക്കളുടെ എണ്ണം കണ്ടെത്തി എഴുതുക. കുരങ്ങൻ ശേഖരിച്ച പൂക്കളുടെ എണ്ണം എത്രയാണ്? എത്ര 100 1. എത്ര 10 1. എത്ര 1കളുണ്ട്? 2. 100നോട് 10ന്റെ ഒരു കൂട്ടം ചേർന്നാൽ 110. 110നോട്
രണ്ടെണ്ണം ചേർന്നാൽ 112. 100ഉം 10ഉം 2ഉം ചേർന്നാൽ 112. ആകെ 112 പൂക്കളാണ് കുരങ്ങൻ ശേഖരിച്ചത്. മാൻ എത്ര പൂക്കൾ ശേഖരിച്ചു? 100കൾ 1, 10കൾ 2. 2 10 20 ഒരു 100, 2 10. ഒന്നുകളുണ്ടോ? ഇല്ല, 0. 100നോട് 20 കൂട്ടിയാൽ 120. തത്ത ശേഖരിച്ചതോ? നോക്കൂ. 100 എത്രയാണുള്ളത്? ഒരു 100. 10കളുണ്ടോ? ഇല്ല, 0. ഒന്നുകൾ എത്രയാണ്? 8. 100നോട് 8 കൂട്ടിയാൽ 108. എത്രയാണ്? 108. 100ഉം 8ഉം 108. അടുത്തത് നോക്കൂ. ആന ശേഖരിച്ചത് എത്രയാണ്? 100കളുണ്ടോ? ഇല്ല. 10കൾ എത്രയാണുള്ളത്? 6 എണ്ണമാണ്. 6 10 60. ഒന്നുകളുണ്ടോ? ഇല്ല. ആകെ എത്ര പൂക്കളുണ്ട്? 6 10 60. 60 പൂക്കളാണ് ആന ശേഖരിച്ചത്. ഇനി നോക്കൂ, കൂടുതൽ പൂക്കൾ ശേഖരിച്ചതാരാണ്? കുരങ്ങൻ 112. മാൻ 120. പിന്നെയോ തത്ത എത്രയാണ് ശേഖരിച്ചത്? 108. ആനയോ? 60. ആന വളരെ കുറവാണ് ശേഖരിച്ചത്. ബാക്കി 3 പേരിലും ആരാണ് കൂടുതൽ ശേഖരിച്ചത്? എല്ലാവരുടെ കയ്യിലും 100ന്റെ കുട്ടയുണ്ട്. 10കൾ നോക്കൂ. 10കൾ തത്തയ്ക്കില്ല. പിന്നെ ആർക്കാണുള്ളത്? കുരങ്ങനും മാനിനുമുണ്ട്. ആർക്കാണ് 10കളുടെ എണ്ണം കൂടുതലുള്ളത്? മാനിനാണ് കൂടുതലുള്ളത്. കൂടുതൽ ശേഖരിച്ചതപ്പോൾ ആരാണ്? മാനാണ് കൂടുതൽ പൂക്കൾ ശേഖരിച്ചത്. സംഖ്യയുണ്ടാക്കാം. ചിത്രത്തിൽ എത്ര വലിയ വട്ടങ്ങളുണ്ട്? 3 വലിയ വട്ടങ്ങളുണ്ടല്ലേ? ആദ്യ വട്ടത്തിലെ സംഖ്യകൾ ഏതാണ്? 100. രണ്ടാമത്തെ വട്ടത്തിലെ സംഖ്യകളോ? 10ന്റെ കൂട്ടങ്ങളാണ്. മൂന്നാമത്തെ വട്ടത്തിലോ? ഒന്നുകളാണ്. ഓരോ വട്ടത്തിൽ നിന്നും ഓരോ കാർഡ് എടുത്ത് ഒരു 3 അക്ക സംഖ്യ ഉണ്ടാക്കാമല്ലോ. നോക്കൂ, രാജേഷ് എടുത്ത കാർഡുകളാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെ കാർഡുകളാണ് രാജേഷ് എടുത്തത്? 100, 30, 3. ഇവ 3ഉം ചേർന്നാൽ സംഖ്യ എത്രയാണ്? 100ഉം 30ഉം 130. 130ഉം 3ഉം 133. രണ്ടാം തവണ രാജേഷ് എടുത്ത കാർഡുകൾ ഏതൊക്കെയാണ്? 100, 40, 7. 100ഉം 40ഉം 140. 140ഉം 7ഉം 147. ഇതുപോലെ നമുക്കും കാർഡ് എടുത്തു നോക്കാം. ആദ്യം 100ന്റെ ഒരു കാർഡ് എടുത്തു. പിന്നെയോ 10കളുടെ കൂട്ടത്തിൽ നിന്ന് 20 എന്ന കാർഡ് എടുത്തു. പിന്നെയോ ഒന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് 8 എന്ന കാർഡ് എടുത്തു. ഇപ്പോൾ സംഖ്യ എത്രയായി? 100ഉം 20ഉം 120. 120ഉം 8ഉം 128. അടുത്തതോ? 100ഉം 50ഉം 150. 150ഉം 6ഉം 156. അടുത്തതോ? 100ഉം 60ഉം 160. 160ഉം 4ഉം 164. അടുത്തതോ?
100ഉം 70ഉം 170, 170ഉം 5ഉം 175. ഇവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? നോക്കൂ, സംഖ്യകൾ ഏതൊക്കെയാണ് കിട്ടിയത്? 128, 156, 164, 175. എല്ലാത്തിലും നൂറുകളുണ്ട്. പത്തുകളുടെ സ്ഥാനം നോക്കൂ. 128ൽ 2 പത്താണ്. 156ൽ 5 പത്താണ്. 164ൽ 6 പത്താണ്. 175ൽ 7 പത്താണ്. കൂടുതൽ പത്തുകൾ എവിടെയാണ്? 175ലാണ്. അപ്പോൾ 175ആണ് ഏറ്റവും വലിയ സംഖ്യ. വലിയ സംഖ്യ ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം 100ന്റെ സ്ഥാനം നോക്കുക. എല്ലാ സംഖ്യകളിലും 100ന്റെ സ്ഥാനത്ത് ഒന്നല്ലേ? അതെ, തുല്യമാണ്. പിന്നെ എന്ത് ചെയ്യണം? 100ന്റെ സ്ഥാനം ഒരുപോലെയാണെങ്കിൽ 10ന്റെ സ്ഥാനം നോക്കുക. 10ന്റെ സ്ഥാനത്തോ? ഏറ്റവും വലുത് 7ആണ്. 175ലാണ് 7 പത്തുള്ളത്. അതുകൊണ്ട് 175ആണ് വലിയ സംഖ്യ. 10ന്റെ സ്ഥാനവും അഥവാ ഒരുപോലെയാണെങ്കിൽ പിന്നെന്ത് ചെയ്യണം? ഒന്നുകളുടെ സ്ഥാനം നോക്കണം. ഒന്നുകളുടെ സ്ഥാനത്ത് ഏതാണോ കൂടുതൽ അതായിരിക്കും വലിയ സംഖ്യ. ഇവിടെ പത്തുകളുടെ സ്ഥാനത്ത് ഏറ്റവും വലുത് 175 ആയതുകൊണ്ട് 175ആണ് വലിയ സംഖ്യ. ഇതിൽ നിന്നുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? നോക്കൂ കൂട്ടുകാരെ, എങ്ങനെ കണ്ടെത്താം? ആദ്യത്തെ വട്ടത്തിൽ നിന്ന് ഒരു 100 എടുക്കാം. രണ്ടാമത്തെ വട്ടത്തിൽ പത്തുകളാണുള്ളത്. പത്തുകളിൽ ഏറ്റവും വലിയ കാർഡ് ഏതാണ്? 9 പത്തുകളാണല്ലേ? 90. 100 കൂട്ടണം 90. 100ഉം 90ഉം 190. മൂന്നാമത്തെ വട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണുള്ളത്? 9 ആണ്. 9 എടുക്കാം. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ സംഖ്യകൾ എടുത്തു? 100, 90, 9. 100ഉം 90ഉം 190. 190നോട് 9 കൂട്ടിയാൽ 199. 199ആണ് ഇതിൽ നിന്നുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ. അങ്ങനെയെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും? 100 എടുക്കാം. രണ്ടാമത്തെ വട്ടത്തിൽ നിന്നോ? പത്തുകളിൽ ഏറ്റവും ചെറുത് ഏതാണ്? 10 തന്നെയാണല്ലേ? 100 എടുത്തു, ഒരു 10 എടുത്തു. ഇനിയോ മൂന്നാമത്തെ വട്ടത്തിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 1 ആണ്. 1ന്റെ കാർഡും എടുത്തു. ഇപ്പോൾ ഏതൊക്കെയാണ് എടുത്തത്? 100, 10, 1. 100ഉം 10ഉം 110. 110നോട് 1 കൂട്ടിയാൽ 111. 111ആണ് ഏറ്റവും ചെറിയ സംഖ്യ. കടയിലേക്ക് ചിന്നുവും മിന്നുവും അവർ ഉണ്ടാക്കിയ പച്ചക്കറികൾ കടയിൽ വിറ്റു. നോക്കൂ, ചിന്നുവിന് എത്ര രൂപ കിട്ടി? ഏതൊക്കെ നോട്ടുകളാണ് കിട്ടിയത്? 100ന്റെ ഒരു നോട്ട് കിട്ടി. 10ന്റെ 5 നോട്ടുകൾ. 10ന്റെ 5 നോട്ടുകൾ എത്രയാണ്? 50. 5 10 50 രൂപ. പിന്നെയോ 5 1 രൂപ നാണയങ്ങളും കിട്ടി. 1 100, 5 10, 5 1. ചിന്നുവിന് എത്ര രൂപ കിട്ടി? 100 കൂട്ടണം 50 കൂട്ടണം 5. 100ഉം 50ഉം 150. 150നോട് 5 കൂട്ടിയാൽ 155. ചിന്നുവിന് കിട്ടിയത് 155 രൂപയാണ്. നോക്കൂ, മിന്നുവിന് 4 10 രൂപ നോട്ടും ഒരു 100 രൂപ നോട്ടും ഒരു 5 രൂപ നോട്ടും കിട്ടി. അങ്ങനെയെങ്കിൽ മിന്നുവിന് എത്ര രൂപ കിട്ടി? 100
100 തന്നെയാണ്. 4 10 40. 100 കൂട്ടണം 40 140. 100ഉം 40ഉം 140. 140നോട് 5 രൂപയുടെ നോട്ടും കൂടി കൂട്ടണ്ടേ? വേണം. 140 കൂട്ടണം 5 145. മിന്നുവിന് എത്ര രൂപയാണ് കിട്ടിയത്? 145 രൂപ. ഇവരിൽ ആർക്കാണ് കൂടുതൽ കിട്ടിയത്? ചിന്നുവിന് 155, മിന്നുവിന് 145. ആർക്കാണ് കൂടുതൽ? ചിന്നുവിനാണ്. 100 രൂപ നോട്ടുകൾ 2 പേർക്കും ഓരോന്ന് വീതം കിട്ടി. 10 രൂപ നോട്ടുകൾ ചിന്നുവിന് 5 എണ്ണവും മിന്നുവിന് 4 എണ്ണവുമേ കിട്ടിയുള്ളൂ. ഒന്നുകൾ 2 പേർക്കും തുല്യവുമായാണ് കിട്ടിയത്. കൂടുതൽ കിട്ടിയത് ചിന്നുവിനാണ്. എത്ര രൂപയാണ് കൂടുതൽ കിട്ടിയത്? 10 രൂപ. ഒരു 10 കൂടുതലായി കിട്ടിയത്. ചിന്നുവും മിന്നുവും 100 രൂപ വീതം അമ്മയ്ക്ക് കൊടുക്കാനായി മാറ്റിവെച്ചു. ഇനി ഓരോരുത്തരുടെയും കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട്? ചിന്നുവിന്റെ കയ്യിൽ ബാക്കിയുള്ളത് എത്രയാണ്? 100 പോയി കഴിഞ്ഞാൽ പിന്നെ ആ 10കളും 1 രൂപ നാണയങ്ങളുമല്ലേ ഉള്ളൂ? അതെ. എത്ര 10കളാണ് ഉള്ളത്? 5 10കൾ. 1 രൂപ നാണയങ്ങൾ 5. 5 10 50. 50നോട് 5 കൂട്ടിയാൽ 55. ചിന്നുവിന്റെ കയ്യിൽ 55 രൂപയാണുള്ളത്. മിന്നുവിന്റെ കയ്യിലോ? 100 രൂപ അമ്മയ്ക്ക് കൊടുത്തു. ബാക്കി എത്രയാണുള്ളത്? 45. 45 രൂപയാണ് മിന്നുവിന്റെ കയ്യിലുള്ളത്. അവർ സാധനങ്ങൾ വാങ്ങാനായി കടയിലെത്തി. നോക്കൂ, സാധനങ്ങൾ ഓരോന്നും പ്രത്യേകം കുട്ടയിൽ വെച്ചിരിക്കുന്നു. വിലയും എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണുള്ളത്? പാവ 40 രൂപ, കാറ് 20 രൂപ, പന്ത് 10 രൂപ, കുപ്പി ഒന്നിന് 15 രൂപ. പിന്നെയോ 35 രൂപയുടെ പാത്രം, 30 രൂപയുടെ കപ്പ്, 25 രൂപയുടെ പാത്രം, 5 രൂപയുടെ ഗ്ലാസ്. ചിന്നുവിന് 55 രൂപയ്ക്ക് 2 സാധനങ്ങൾ വാങ്ങണം. ഏതൊക്കെ വിലയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാം? 40 രൂപയുടേത് വാങ്ങാം, 15 രൂപയുടേത് വാങ്ങാം. അപ്പോൾ 55 രൂപയാകും. വേറെ ഏതൊക്കെ വാങ്ങിക്കാം? 30 രൂപയുടെ ഒരു കപ്പ് വാങ്ങാം. പിന്നെയോ 25 രൂപയുടെ ഒരു പാത്രം വാങ്ങാം. എത്രയായി? 30ഉം 25ഉം 55. പിന്നെയോ 35 രൂപയുടെ ഒരു പാത്രം വാങ്ങിക്കാം. 20 രൂപയുടെ ഒരു കാറും വാങ്ങിക്കാം. 35 കൂട്ടണം 20 55. 40 കൂട്ടണം 15 55. 30 കൂട്ടണം 25 55. 35 കൂട്ടണം 20 55. അതുപോലെ മിന്നുവിനും 45 രൂപയ്ക്ക് 2 സാധനങ്ങൾ വാങ്ങണം. ഏതൊക്കെ വിലയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാം? 15ന്റെയും 30ന്റെയും ഓരോ സാധനങ്ങൾ വാങ്ങിക്കാം. 15 കൂട്ടണം 30 45 ആണ്. വേറെ ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാലാണ് 45 കിട്ടുക? 20 കൂട്ടണം 25 45 ആണ്. 35 കൂട്ടണം 10 45 ആണ്. 40 കൂട്ടണം 5 45 ആണ്. വിവിധ വിലയ്ക്കുള്ള 2 3 സാധനങ്ങൾ എടുക്കുക. വിലകൾ എഴുതി പൂർത്തിയാക്കുക. 35 രൂപയാണുള്ളത്. ഏതൊക്കെ വാങ്ങാം? 30 രൂപയുടെ ഒരു സാധനം വാങ്ങാം. 5 രൂപയുടെ ഒരു സാധനവും വാങ്ങാം. 35. 30 കൂട്ടണം 5 35. പിന്നെയോ 25 കൂട്ടണം 10. 25നോട് 10 കൂട്ടിയാൽ 35.
പിന്നെയോ 20 കൂട്ടണം 15. 20നോട് 15 കൂട്ടിയാൽ 35 ആണ്. പിന്നെയോ 20 കൂട്ടണം 10 കൂട്ടണം 5. 20നോട് 10 കൂട്ടിയാൽ 30. 30നോട് 5 കൂട്ടിയാൽ 35. 50 രൂപയാണ് കയ്യിലുള്ളതെങ്കിലോ ഏതൊക്കെ വിലയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാം? 30 കൂട്ടണം 20. 30 രൂപയുടെ ഒരു സാധനവും 20 രൂപയുടെ മറ്റൊരു സാധനവും വാങ്ങിക്കാം. 30 കൂട്ടണം 20 50. പിന്നെയോ 40 കൂട്ടണം 10 50. പിന്നെയോ 35 കൂട്ടണം 15 50 ആണ്. 35നോട് 15 കൂട്ടുക 50. പിന്നെയോ 30 കൂട്ടണം 15 കൂട്ടണം 5. 30ഉം 15ഉം 45. 45നോട് 5 കൂട്ടിയാൽ 50. ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.